ഹലോ! നമ്മളിന്ന് കൊല്ലം വരെ ഒരു ക്വിസ് പ്രോഗ്രാം അറ്റൻഡ് ചെയ്യാൻ പോകുന്ന ഒരു വ്ളോഗാണ് ഞാനിവിടെ കാണിക്കുന്നത്. എനിക്ക് ട്രെയിൻ ട്രാവൽ എന്ന് പറയുന്നത് ഭയങ്കര ഇഷ്ടമാണ്. ആ ഒരു എക്സൈറ്റ്മെൻറ്റാണ് നിങ്ങളിവിടെ കണ്ടുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ നമ്മൾ വർക്കല സ്റ്റേഷനിൽ നിന്ന് കയറി കിളിക്കൊല്ലൂർ എന്ന് പറയുന്ന ഒരു സ്റ്റേഷനിലാണ് ഇറങ്ങുന്നത്. TKM കോളേജിൽ വെച്ചാണ് പരിപാടി നടക്കുന്നത്. അങ്ങനെ നമ്മൾ സ്റ്റേഷനിൽ ഇറങ്ങിയിട്ട് ജസ്റ്റ് വോക്കബിൾ ഡിസ്റ്റൻസേ ഉള്ളൂ. നമ്മൾ കോളേജിലൊക്കെ എത്തി. അങ്ങനെ രജിസ്ട്രേഷൻ കഴിഞ്ഞിട്ട് നമ്മൾ ഹാളിൽ പോയപ്പോഴാണ് കുറച്ച് ടൈം എടുക്കും എന്ന് പറഞ്ഞത്. അങ്ങനെ നമ്മൾ അടുത്തുള്ള ചായക്കടയിൽ പോയി ഒരു ചായയൊക്കെ കുടിച്ചു. എന്നിട്ട് തിരിച്ച് ഹാളിലെത്തിയപ്പോഴത്തേനും പരിപാടി ഓൾമോസ്റ്റ് സ്റ്റാർട്ട് ആവാറായി. അങ്ങനെ പരിപാടി തീർന്നു. നമുക്കൊന്നും കിട്ടിയില്ല. വിഷമത്തിൽ നമ്മുടെ അടുത്തുള്ളൊരു കഫേ പോയി ഫുഡൊക്കെ അടിച്ചു. ഫുഡ് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. എന്നിട്ട് നമ്മൾ തിരിച്ച് ട്രെയിൻ കയറി. അങ്ങനെ എനിക്ക് ട്രെയിൻ ട്രാവൽ ഇഷ്ടമായതുകൊണ്ട് തന്നെ ഇങ്ങനെ വ്യൂ ഒക്കെ കാണുമ്പോഴത്തേനും എനിക്കിങ്ങനെ നോക്കിക്കൊണ്ടിരിക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. അങ്ങനെ നമ്മൾ തിരിച്ച് വർക്കല വന്നു. എന്നിട്ട് വർക്കല വന്നിട്ട് ബീച്ചിൽ പോകാതിരിക്കുന്ന മോശമല്ലേ. അങ്ങനെ നമ്മൾ നേരെ പാപനാശം ബീച്ചിലോട്ട് പോയി. എന്നിട്ട് അവിടെ നിന്ന് നമ്മൾ ക്ലിഫിലോട്ട് നടന്നു കയറി. അവിടെ ഇങ്ങനെ കുറേ സ്റ്റോൾസും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. നമ്മളിതൊക്കെ നോക്കി ഇങ്ങനെ നടന്നു പോയി. എനിക്ക് ചൈൽഡ്ഹുഡ് തൊട്ട് ഇങ്ങനെ വർക്കല ബീച്ച് എന്ന് പറയുന്നത് ഭയങ്കരമായിട്ട് ഇങ്ങനെ എന്താണെന്നറിയില്ല, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇങ്ങനെ ബീച്ചിൽ പോകാനും. ഞാനൊരു ബീച്ച് പേഴ്സണാണ്. എനിക്ക് വർക്കലയെന്ന് പറയുമ്പോൾ എനിക്ക് കുറച്ചും കൂടെ ഇഷ്ടമാണ്. എനിക്കിങ്ങനെ വെറുതെ പോകാൻ എനിക്ക് പൊതുവെ വെയിൽ പറ്റാത്ത ഒരാളാണ്. പക്ഷേ ബീച്ചിൽ പോകാമെന്ന് പറഞ്ഞാൽ ഞാനായിരിക്കും ഫസ്റ്റ്. ഓക്കെ, ഞാൻ റെഡി എന്ന് പറഞ്ഞ് ഫസ്റ്റ് വരുന്ന ആൾ ഞാൻ തന്നെ ആയിരിക്കും. അതുപോലെയാണ് എനിക്കിങ്ങനെ ക്ലിഫിലൂടെ നടക്കാനും ഭയങ്കര ഇഷ്ടമാണ്. എനിക്കിങ്ങനെ കാഴ്ചയൊക്കെ കണ്ട് സൺസെറ്റൊക്കെ കണ്ട് വേവ്സ് അടിക്കുന്നതൊക്കെ കണ്ട് ഇങ്ങനെ നടക്കാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഇങ്ങനെ അതൊക്കെ എൻജോയ് ചെയ്ത് ഞാനും ഫ്രണ്ട്സും ഒക്കെ കൂടെ ഇങ്ങനെ നടക്കുമായിരുന്നു. അതിനിടയിൽ ഇങ്ങനെ കുറേ സ്റ്റോൾസും കാര്യങ്ങളും അവിടുത്തെ കുറേ ആൾക്കാരെയും ഒക്കെ കാണുന്നുണ്ട്. അപ്പോഴാണ് ഈ ഒരു ഗോൾഡൻ ഹവർ നമ്മൾ ക്യാപ്ചർ ചെയ്തത്. എന്ത് ഭംഗിയുണ്ടല്ലേ അത് കാണാൻ. അങ്ങനെ നമ്മൾ ബീച്ചെത്തി. ആ സൈഡ് നടന്ന് നമ്മൾ ബീച്ചെത്തി. അവിടുത്തെ വെള്ളം ഒന്നും പറയാനില്ല. നമ്മൾ ആദ്യം വെള്ളത്തിലൊന്നും ഇറങ്ങണ്ടെന്നൊക്കെയാണ് പ്ലാൻ ചെയ്തത്. പക്ഷെ അത് കണ്ടപ്പോഴത്തേനും നമ്മൾ വെച്ച് നോക്കിയാൽ കുറച്ച് നേരം ഇറങ്ങാം, കാരണം നമുക്ക് തിരിച്ച് അല്ലാണ്ട് പബ്ലിക് ട്രാൻസ്പോർട്ടൊക്കെ യൂസ് ചെയ്ത് വേണ്ടേ പോകാൻ. അപ്പോൾ ആദ്യം ഇറങ്ങണ്ടെന്ന് വെച്ചു. പക്ഷെ എങ്ങനെ ഇറങ്ങാണ്ട് പോവും. അങ്ങനെ നമ്മൾ ഇറങ്ങാമെന്ന് തീരുമാനിച്ചു. അങ്ങനെ ആ സന്തോഷമാണ് നിങ്ങളെൻ്റെ മുഖത്ത് കണ്ടത്. ടാൻ അടിച്ച് ചാവാറായാലും ബീച്ചിലിറങ്ങാമെന്ന് പറഞ്ഞാൽ ഞാൻ ഫുൾ ഓൺ എനർജിയാണ്. അങ്ങനെ ആ സന്തോഷത്തിൽ തുള്ളിച്ചാടി പോവുകയാണ്. വ്യൂ ഒരു രക്ഷയില്ല. അത്യാവശ്യം കുറച്ച് തിരക്കൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ നമ്മൾ ബീച്ചിൽ പോയി. നിങ്ങൾക്ക് വെള്ളം കണ്ടാൽ മനസ്സിലാവും. എനിക്ക് ഇപ്പോഴും അത് കാണുമ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷം തോന്നുന്നുണ്ട്. വലിയ വയലൻറ്റ് വേവ്സ് ഒന്നും ഇല്ലായിരുന്നു. ഭയങ്കര പാവം വേവ്സ് ആയിരുന്നു. അങ്ങനെ നമ്മൾ കുറച്ച് നേരം നിന്നുള്ളൂ. അത് കഴിഞ്ഞ് തിരിച്ച് കയറി അപ്പോഴേ. എന്നിട്ട് നമ്മൾ തിരിച്ച് പോകാനുള്ള പരിപാടി നോക്കി. കാരണം അത്യാവശ്യം ലേറ്റ് ആവുന്നുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ തിരിച്ച് വീട്ടിൽ പോകാൻ ലേറ്റ് ആവുന്നുള്ളതുകൊണ്ട് നമ്മൾ ഒരുപാട് ലേറ്റ് ആക്കാണ്ടങ്ങ് പോയി. നല്ലൊരു സൺസെറ്റൊക്കെ കണ്ടു. നല്ല ഹാപ്പി ആയിട്ടുള്ളൊരു ഡേ ആയിരുന്നു. അപ്പോൾ ബൈ.